എനിക്ക് കാറ് വേണം, എനിക്ക് ബസ് വേണം, എനിക്ക് ഭാര്യ വേണം, എനിക്ക് ഭർത്താവ് വേണം, രാജ്യം വേണം, പശു വേണം, ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ബുദ്ധി വേണമെന്ന് മാത്രമേ പറഞ്ഞു. ഹിമാലയത്തിൽ പോയിട്ട് 10 കൊല്ലം ഭക്ഷണം കഴിക്കാണ്ട് വായു മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം. എനിക്കൊരു മന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ വായു കൂടെ നടക്കാൻ പറ്റും. ഏതാ മന്ത്രം? മന്ത്രമൊക്കെ പറഞ്ഞുതരാം, അതങ്ങ് ചെയ്യാം. എന്താ മന്ത്രം? ചടുകുടി 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 ചടുകും. ഇത്രയും മന്ത്രം ഇത്രയേ ഉള്ളൂ. വേദം 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 അഥവാ ഈശ്വരൻ 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 ജ്ഞാനം ജ്ഞാനം ജ്ഞാനം. അവൻ നേരെ കയറി അങ്ങോട്ടെത്തി, ജ്ഞാനത്തിലേക്ക് എത്തി. അതായത് ഒരു വ്യക്തി പൂർണ്ണനാവണമെങ്കിൽ അമ്മയാൽ വളർത്തപ്പെട്ടവനായിരിക്കണം, അച്ഛനാൽ കൊണ്ടു നടക്കപ്പെട്ടവനായിരിക്കണം, ആചാര്യനാൽ ലക്ഷ്യത്തെ കാണിച്ചു കൊടുക്കപ്പെട്ടവനായിരിക്കണം. ഇവനെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. ഭഗവതിക്ക് ഗായത്രിയെ ഉപാസിക്കുന്നവർക്ക് ആധ്യാത്മികമായ ഉന്നമനം അഥവാ ജ്ഞാനം അവർക്കുണ്ടായിരിക്കും. തപസ്വാധ്യായ നിരതം തപസ്വീ വാഗ്വിദാം വരം നാരദം പരിപപ്രച്ഛ വാൽമീകിർമുനി പുങ്കവം. സല്യൂട്ട് ഭാരതിന്റെ വരാന്ത ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആചാര്യൻ അരുൺ പ്രഭാകരനാണ്. നമസ്കാരം സാർ. സാറേ, നമ്മുടെ ഈ സംസാര ലോകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം ചിലപ്പോൾ പ്രാർത്ഥനയെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. ഇപ്പോൾ വീട്ടിൽ വൈകുന്നേരം വിളക്ക് കത്തിക്കണം, രാമനാമം ചെയ്യണം. എൻ്റെ കുട്ടിപ്രായത്തിലൊക്കെ ഞാൻ രാമനാമം ജപിച്ചിട്ടുള്ളത്. അത് ഇപ്പോൾ പറഞ്ഞ ഒരു അനുഷ്ഠാനം എന്ന രീതിയിലൊക്കെയാണ്, ആചാരം അനുഷ്ഠാനം എന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ആരും പറയണ്ട, വിളക്ക് ആ സമയമാകുമ്പോൾ ഞാൻ പോയി തേച്ച് റെഡിയാക്കി വിളക്ക് കൊണ്ടുവെക്കും. പിന്നെ ഒരു കിണ്ടി വെള്ളം കൊണ്ടുവെക്കും. 5:30 മണി കഴിയുമ്പോൾ നമ്മൾ അതിലൊരു പൂവോ കിണ്ടിയിൽ വെക്കും, വിളക്ക് കത്തിക്കും, അറിയാവുന്നുള്ള രാമനാമം നമ്മൾ ചൊല്ലും. അപ്പോൾ അത് ഒരു ദിവസം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പിന്നെ ഒരു ശ്ലോകം നമ്മളൊരു 5, 6, 7, 8 ശ്ലോകം നമ്മൾ ചൊല്ലും. അടുത്ത ദിവസം 2 ശ്ലോകം ചൊല്ലിയിട്ട് രാമനാമം ഇങ്ങനെ ജപിക്കതാൻ പഠിക്കതാൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് പൂട്ടിക്കെട്ടിയിട്ട് എണീറ്റ് അങ്ങ് പോകും. എന്തുകൊണ്ട് അങ്ങനെ പൂട്ടിക്കെട്ടിയിട്ട് എണീറ്റ് പോകുന്നു? ആചാരത്തോടും അനുഷ്ഠാനത്തോടും താല്പര്യമില്ലാത്തത് എന്തുകൊണ്ട്? ആചാരം, അനുഷ്ഠാനം. അതിനുമുമ്പ് ഇത് പറയാം, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കാം. അതിനുമുമ്പ് ഈ ആചാരം എന്താ, അനുഷ്ഠാനം എന്താ എന്നതിനെ കുറിച്ച് ഒരു ചെറിയൊരു ധാരണ വേണം സർ. അനുഷ്ഠാനം എന്താണെന്ന് സാധാരണ ആളുകളോട് ചോദിച്ചാൽ നിത്യവും ചെയ്യേണ്ടതാണ് എന്നാണ് പറയാറുള്ളത്. അനുഷ്ഠാനം എന്ന വാക്കിന്റെ അർത്ഥം സ്ഥാനത്തെ പിന്തുടരുക എന്നുള്ളതാണ്. അനുസ്ഥാനാത് അനുഷ്ഠാനം. സ്ഥാനം എന്നുള്ളത് ഒരിക്കലും മാറ്റമില്ലാത്തത്, ഒരിക്കലും ഇളകാത്തത്, ഒരു രൂപപരിണാമവും വരാത്തത്. അപ്പോൾ മാറ്റമില്ലാത്തത്, രൂപപരിണാമമില്ലാത്തത്, എല്ലാ കാലത്തും നിലനിൽക്കുന്നത്, അതിന് സ്ഥാനം എന്ന് പറയുന്നത്. അത് കേവലമാണ്. അതിന് വേണമെങ്കിൽ ഒരു ഭക്തനെ ഈശ്വരൻ എന്ന് വിളിക്കാം, ഒരു അദ്വൈതിക്ക് അല്ലെങ്കിൽ ഒരു വേദാന്തിക്ക് ബ്രഹ്മം എന്ന് വിളിക്കാം. അതിന് പറയുന്ന പേര് സ്ഥാനം. സ്ഥാനത്തെ അറിഞ്ഞുകൊണ്ട് പിന്തുടരുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര് അനുസ്ഥാനം അഥവാ അനുഷ്ഠാനം. അപ്പോൾ ഒരു വ്യക്തി അനുഷ്ഠാനം ചെയ്യണമെങ്കിൽ ആ വ്യക്തിക്ക് അനുഷ്ഠാനം ഉപദേശിച്ച ഒരു ആചാര്യൻ, ഗുരു, അച്ഛൻ, ആരാവട്ടെ, ആ വ്യക്തിയിൽ സ്ഥാനത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാവണം. അറിവുള്ളവൻ ഉപദേശിക്കണം എന്നർത്ഥം. അപ്പോൾ സ്ഥാനം അഥവാ ഈശ്വരൻ എന്ത് പേരിട്ട് വിളിച്ചോളൂ, ആ ഈശ്വരൻ സ്ഥാനമാണ്, ഇളകാത്തതാണ്, സത്തയാണ്, മാറ്റമില്ലാത്തതാണ് എന്ന ബോധമുള്ള ഒരു ഗുരു. ആ ഗുരു അച്ഛനാവാം, അമ്മാമനാവാം, ആചാര്യനാവാം, ആരുമാകട്ടെ. അങ്ങനെ ഒരു ഗുരു ഒരാൾക്ക് ഒരു ഉപദേശം കൊടുക്കുന്നു. താൻ ഇത് ചെയ്യണം, ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി, നിന്റെ ഉത്തരവാദിത്തമാണ്, ചെയ്തിരിക്കണം, നിന്റെ ധർമ്മമാണ് എന്ന ഒരു ഉപദേശം കൊടുത്താൽ അതിൽ മാറ്റം വരിക അത്ര എളുപ്പമല്ല. ഇങ്ങനെ ഒരു ഉപദേശത്തിന്റെ അഭാവം അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നതിന് ഇന്നത്തെ കാലത്ത് തീർച്ചയായിട്ടും ഉണ്ട്. എന്നാൽ ആചാരം എന്ന് പറയുന്നത് അനുഷ്ഠാനമാവണം എന്നില്ല. അനുഷ്ഠാനവും ആചാരമാകാം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ആചാരവും ചില അനുഷ്ഠാനങ്ങളൊക്കെ ആവാം. ഉദാഹരണമായിട്ട് ഞാൻ അങ്ങേ കാണുമ്പോൾ, അയ്യപ്പദാസിനെ കാണുമ്പോൾ ഞാനും ചിരിക്കുന്നു. എനിക്ക് അങ്ങേ കണ്ട് ചിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ നാളെ ഇപ്പോ നഗരത്തിലൂടെ, ഇപ്പോ വടക്കുംനാഥൻ ക്ഷേത്രത്തിന്റെ മുമ്പ് പോയിട്ട് ആളെ ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്നു.
നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒന്ന് ചിരിച്ചു, അതിന്റെ ആവശ്യം എന്താ? അതെന്താ? അത് എന്നെ സമൂഹവുമായി ചേർത്ത് വെക്കുന്ന ഒരു ക്രിയയാണ്. അതിന് ആചാരം എന്ന് പറയണം. ആചാരം അത് സാമൂഹിക ആചാരം. ഇനി മതപരമായ ആചാരങ്ങളുണ്ട്. ഈ മതപരമായ ആചാരങ്ങൾക്കൊരു പ്രയാസമുണ്ട്. 2 തരത്തിൽ, ഒന്ന് സ്ഥായി എന്നും 2 സഞ്ചാരി എന്നും 2 തരത്തിൽ ആചാരങ്ങളുണ്ട്. സ്ഥായി, ദേശം കാലം ഇവയ്ക്ക് അതീതമായി മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ആചാരങ്ങൾ, അത് സ്ഥായി എന്ന് പറയും. അത് നമ്മൾ പ്രമാണം പറയും, ഋതാനുസാരം സ്ഥായി എന്നൊക്കെ പറയും. ഋതം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ നിയമത്തെ പിന്തുടരുന്ന, സ്ഥായി എന്ന് പറയുന്ന സ്ഥിരമുള്ളത്, ഒരിക്കലും മാറ്റമില്ലാത്തത്. ഉദാഹരണമായിട്ട് ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോ ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ എഴുത്തച്ഛൻ്റെ നാട്ടിൽ, തൃക്കണ്ടിയൂർ നിന്നാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ ഒരു പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം അല്ലെങ്കിൽ ഒരു വിവാഹം നടക്കുന്ന ഒരു രീതി ഉണ്ടായിരിക്കും. എന്നാൽ ഒരു 40 കിലോമീറ്റർ വടക്ക് കോഴിക്കോട് പോയാൽ അവിടുത്തെ രീതിയേ ആയിരിക്കില്ലേ. രണ്ടും ഒരേ സമുദായക്കാരാവാം, ഒരേ മതക്കാരായിരിക്കാം, ഒരേ സമുദായക്കാര്, ഒരേ മതക്കാര്, എന്നാലും ആചാരങ്ങളും വ്യത്യാസം ഉണ്ടാവും. ഇതിന്റെ പേരിൽ പലപ്പോഴും കലഹങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതെന്താ തന്റെ നാട്ടിലെ എന്താ ഒരു പുതിയ പരിഷ്കാരം, എന്താ ഇവിടെ ഒന്നും ഞങ്ങളുടെ നാട്ടിലൊന്നും ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് തല നിറച്ച കാരണവന്മാര് തർക്കിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? ദേശകാലം, ദേശത്തിനും കാലത്തിനും അനുസരിച്ച് മാറ്റം വരുന്ന ആചാരങ്ങൾക്ക് പറയുന്നവര് സഞ്ചാരി. അപ്പോ എന്നാൽ തന്നെ തൃക്കണ്ടിയൂർ ഒരു വിവാഹം നടക്കുമ്പോഴും കോഴിക്കോട് തളിയിൽ വിവാഹം നടക്കുമ്പോഴും ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒന്നുണ്ട്, ഒരു നിലവിളക്ക് ഉണ്ടാവും. തീർച്ചയായിട്ടും. മനസ്സിലായല്ലോ? അത് അഗ്നിസാക്ഷിയാ, അത് സ്ഥായിയാണ്. അപ്പോ ആചാരങ്ങൾക്ക് മതപരമായ ആചാരങ്ങളുണ്ട്, സാമൂഹികപരമായ ആചാരങ്ങളുണ്ട്. അനുഷ്ഠാനം ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് സ്ഥാനം, കേവലമായ ഏകവും അദ്വയവുമായ സത്തയെ അറിഞ്ഞുകൊണ്ട് അനുഭവിപ്പാനായിക്കൊണ്ട് അനുഷ്ഠിക്കുന്നത്, നമ്മൾ ചെയ്യുന്നത്, പിന്തുടരുന്നത്. അനു എന്ന് പറഞ്ഞ ടു ഫോളോ, അനുയാത്ര, അനുഗമനം. മനസ്സിലായില്ലേ? അനു എന്ന വാക്കിന്റെ അർത്ഥം പിന്തുടരുക. അപ്പൊ സ്ഥാനത്തെ പിന്തുടരുക, സ്ഥാനത്തിലേക്ക് എത്തുവാനുള്ള യാത്രയാണ് അനുഷ്ഠാനം. മനസ്സിലായില്ലേ? അപ്പോ ഇതെന്തുകൊണ്ട്? അപ്പൊ ഇത് അറിയുന്ന ഒരാള്, ഇപ്പോ ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, ഇപ്പോ ഇവിടുന്ന് എറണാകുളത്തേക്ക് എങ്ങനെയാ വഴി വെച്ചാൽ, ഇവിടുന്ന് അങ്ങോട്ട് തെക്കോട്ട് അങ്ങോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞാൽ അതൊരു സൂചനയാണ്, അങ്ങനെ പോവാം. പക്ഷേ അപ്പൊ പോകുന്ന വഴിയിൽ എന്തൊക്കെ ഉണ്ടാവുമെന്നോ, എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടാവുമെന്നോ, ഏതൊക്കെ വഴിയിലൂടെ പോയാൽ എളുപ്പത്തിൽ എത്താമെന്നോ അങ്ങ് എനിക്ക് പറഞ്ഞു തന്നില്ല. അവിടെ പോയാൽ എന്താണെന്നും പറഞ്ഞു തന്നില്ല. എന്നാൽ കൃത്യമായി വഴി യാത്ര ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് എറണാകുളത്തേക്ക് പൊക്കോളൂ, എങ്ങനെയാ പോകേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇത്ര ദൂരമുണ്ട്, അത് ഇങ്ങനെയൊക്കെ പോവാം, വാഹനത്തിൽ പോവാം, കാറിൽ പോവാം, ബസ്സിൽ പോവാം, ട്രെയിനിൽ പോവാം, പോണ വഴിക്ക് ഇന്ന തടസ്സങ്ങളുണ്ട്, ടോൾ ബൂത്ത് ഉണ്ട്, പണം വാങ്ങുന്ന പോലീസുകാരുണ്ട്, എന്തൊക്കെയാണെങ്കിലും ഇദ്ദേഹം യാത്ര ചെയ്ത വഴികളാണ്. ഇങ്ങനെ കൃത്യമായി യാത്ര ചെയ്ത വഴി അറിയുന്ന ഒരാൾ പൊക്കോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ എത്തും. യഥാർത്ഥത്തിലുള്ള അറിവുള്ള ഗുരുക്കന്മാരുടെ അഭാവമാണ് അനുഷ്ഠാനങ്ങളിൽ നിന്ന് ആളുകൾ വിമുഖത വരുവാൻ കാരണം. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള സാർ, നമ്മൾ ഈ ആചാരവും അനുഷ്ഠാനവും, നമ്മളിപ്പം സാറ് പറഞ്ഞതുപോലെ ഇങ്ങനൊരു ആചാരം, ഇപ്പം നമ്മൾ രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ കുളിച്ചിട്ട് സൂര്യഭഗവാനെ തൊഴുന്നു, അതൊരു ആചാരമാകാം, അല്ലെങ്കിൽ അത് അനുഷ്ഠാനമാകാം. പക്ഷേ ഇത് ഈ പറയുന്ന സാധനം ഒരു 5 ദിവസം ചെയ്യും. 5 ദിവസം ചെയ്ത് കഴിഞ്ഞ് 6ാമത്തെ ദിവസം ഇയാൾ അത് ചെയ്യില്ല. ചെയ്യാത്തതിന് ഇയാൾ വേറെ പല കാരണങ്ങളും പറയും. ഇത് തുടങ്ങുന്നതിന് മുമ്പേ, ഇപ്പോൾ സാറിന്റെ മുമ്പിൽ ഇപ്പൊ ഞാൻ തന്നെ വന്നിരിക്കുന്നു, എന്നോട് പറയുകയാണ്, അയ്യപ്പദാസെ നിങ്ങൾ രാവിലെ ഒന്ന് എണീറ്റ് കുളിച്ച് വൃത്തിയായി ഒരു സൂര്യ നമസ്കാരമൊക്കെ ചെയ്യൂ, നല്ലതാണ്, നിങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ പറയും, ആദ്യമേ തന്നെ ഞാൻ അങ്ങ് പറയുകയാണ്, സാർ ഇതിന് തടസ്സം വന്നാലോ? തടസ്സത്തിന് കാരണങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ഈ ആചാരാവട്ടെ അനുഷ്ഠാനാവട്ടെ ഇതൊന്നും മനുഷ്യന്റെ സ്വാഭാവികതയല്ല. ഇത് ആദ്യം നമ്മൾ ധരിക്കണം. ഈശ്വരാരാധന, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങളൊന്നും മനുഷ്യ പ്രകൃതിയുടെ സ്വാഭാവികതയല്ല. മനുഷ്യ പ്രകൃതിയുടെ സ്വാഭാവികത എന്താ? അതായത് ആഹാരം, നിദ്ര, അഭയം, മൈഥുനം. ആഹാരം, നിദ്ര, അഭയം, ഭയം കൂടാതെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടിയിരിക്കുക, മൈഥുനം. ഈ 4 കാര്യങ്ങളാണ് മനുഷ്യന്മാർക്ക് പ്രാകൃതമായിട്ട് അവന്റെ സ്വത്വം എന്ന് പറയുന്നത്, ഈ ശരീരത്തിന്റെ സ്വത്വം പറയുന്നത് 4 മാത്രമാണ്. ഇതാണ് മനുഷ്യൻ. അത് ഒരു പട്ടിക്കും പന്നിക്കും മനുഷ്യനും ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അപ്പൊ ഇതിന് ജന്തുഭാവം എന്നാ പറയാ. ജന്തു തദ്ഭാവം, ഇത് ശൂദ്രത്വം എന്നൊരു പ്രമാണമുണ്ട്. അതായത് ബേസിക് ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് ഓഫ് എ ബീയിങ് ഈസ് നോൺ ആസ് ശൂദ്രത്വം. മൃഗത്തിന്റെ അതായത് ജാതിയുമായി ബന്ധമില്ല. അപ്പോ ഈ ഒരു അവസ്ഥയിലാണ് മനുഷ്യന്മാരെല്ലാരും. അതുകൊണ്ട് ശാസ്ത്രങ്ങൾ പറയും, ജന്മനാൽ ജായതേ ശൂദ്ര,
അപ്പൊ ആദിശങ്കരാചാര്യർ പോലും ജനിച്ചത് ആരായിട്ടാ? ശൂദ്രനായിട്ടാ ജനിച്ചത്. കർമ്മണ ദ്വിജ ഉച്ചതേ, കർമ്മം കൊണ്ടാണ് അത് ദ്വിജത്വം വരുന്നത്. ശരി, അപ്പൊ ഇതാണ് എന്റെ ശരീരം, അല്ലെങ്കിൽ ഞാൻ ഇതാണ്. അതുകൊണ്ട് വിഷ്ണു സഹസ്രനാമത്തിൽ പറയും കിം ജപന്മുച്യതേ ജന്തുർ ജന്മസംസാര ബന്ധനാത്. ജന്മസംസാര ബന്ധനത്തിൽ നിന്നും മോചിതനാകുവാൻ ഈ ജന്തു സ്വഭാവത്തോടു കൂടിയ ഞങ്ങൾ എന്താണ് ജപിക്കേണ്ടത് എന്ന് ഭീഷ്മപിതാമഹനോട് ചോദിച്ചപ്പോഴാണ് ജഗത് പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം എന്ന് പറഞ്ഞ് വിഷ്ണു സഹസ്രനാമം ആരംഭിക്കുന്നത്. ശരി, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ സ്വഭാവം എന്താ? ആഹാരം, നിദ്ര, അഭയം, മൈഥുനം. ഈ നാല് കാര്യങ്ങളാണ്. ഇതിനു പുറമെയാണ് എനിക്ക് പുതിയ ഒരു സാധനം നിങ്ങൾ പറഞ്ഞിരുന്നത്. എന്താണ്? ഇതിനെല്ലാം പിന്നിലോ സത്തയുണ്ട്, അത് സ്നേഹമാണ്, കാരുണ്യമാണ്, ഈശ്വരനാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയണു. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് എന്നോട് എന്തെന്നില്ലാത്തൊരു സ്നേഹമുണ്ട്, അതെനിക്ക് അനുഭവമുണ്ട്. അപ്പൊ ഞാൻ അങ്ങയെ ഞാൻ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു? അങ്ങ് എന്നോട് സ്നേഹം കാണിച്ചിട്ടുണ്ട്, വാത്സല്യം കാണിച്ചിട്ടുണ്ട്, കാരുണ്യം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ അങ്ങയുമായി അടുപ്പിക്കുന്നത് അങ്ങയുടെ കാരുണ്യവും വാത്സല്യവും സ്നേഹവുമാണ്. ഇതെല്ലാം മാത്രമല്ല, അങ്ങയ്ക്ക് എന്നെക്കാൾ അറിവുണ്ട് എന്നൊരു തോന്നലും എനിക്കുണ്ട്. ഇതാണ് അച്ഛനും അമ്മയും ഗുരുവും ഒക്കെ ഒരു കുഞ്ഞിനെ സ്വാധീനിക്കുന്നത് ഇങ്ങനെയാണ്. തീർച്ചയായിട്ടും. അപ്പോ എന്നിട്ട് അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ഗുരു നിങ്ങളോട് പറയാണ് ഈശ്വരനൊന്നുണ്ട്, അതിനെ ഉപാസിക്കണം എന്ന് പറയുന്നു. വേദത്തിൽ വൈദികമായ സമ്പ്രദായത്തിൽ ഒരു കാര്യം പറയാറുണ്ട്, മാതൃമാൻ പിതൃമാൻ ആചാര്യവാൻ പുരുഷോ വേദ. അതായത് ഒരു വ്യക്തി പൂർണ്ണനാവണമെങ്കിൽ അമ്മയാൽ വളർത്തപ്പെട്ടവനായിരിക്കണം, അച്ഛനാൽ കൊണ്ടു നടക്കപ്പെട്ടവനായിരിക്കണം, ആചാര്യനാൽ ലക്ഷ്യത്തെ കാണിച്ചു കൊടുത്തപ്പെട്ടവനായിരിക്കണം. ഇവനെയാണ് പുരുഷൻ എന്ന് പറയാം. തീർച്ചയായിട്ടും. അപ്പൊ അമ്മ ആദ്യത്തെ വിദ്യ കൊടുക്കുന്ന ആരാ? അമ്മയാണ്. അമ്മ കൊടുക്കുന്ന ആദ്യത്തെ വിദ്യ എന്താ? അച്ഛൻ 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 അച്ഛനാ അച്ഛൻ അച്ഛൻ. അപ്പൊ കാട്ടുന്നതാണല്ലോ അച്ഛൻ. അതെ. അപ്പൊ എന്തായി? കുഞ്ഞ് നേരെ അച്ഛന്റെ കൈ പിടിച്ചു. അച്ഛന്റെ കൈ പിടിച്ച് കുഞ്ഞ് നടക്കുകയാണ്. ആ കുഞ്ഞ് അച്ഛന്റെ കൈ പിടിച്ച് നടക്കുമ്പോ അച്ഛൻ പറഞ്ഞു ആചാര്യൻ ആചാര്യൻ ആചാര്യൻ, ഗുരു ഗുരു ഗുരു. അറിവ് പകരുന്ന ആള്. അപ്പൊ എന്തായി? ഗുരുവിനെ ഏൽപ്പിച്ചു. ഗുരുവിന്റെ കൈ പിടിച്ചു ഈ കുഞ്ഞ്, അല്ലെങ്കിൽ ഈ ബ്രഹ്മചാരി. ഗുരു വേദം 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 അഥവാ ഈശ്വരൻ ഈശ്വരൻ ഈശ്വരൻ, ജ്ഞാനം ജ്ഞാനം ജ്ഞാനം. അവൻ നേരെ കയറി അങ്ങോട്ടെത്തി, ജ്ഞാനത്തിലേക്ക് എത്തി. ഇതാണ് സനാതന ധർമ്മത്തിൽ നമ്മളെ ക്രമമായിട്ട് ഇങ്ങനെയാണ് വിഷയങ്ങളെ പഠിപ്പിക്കുക. അപ്പോ ഇത് ഇങ്ങനെ ഒരു ഗുരുപാരമ്പര്യത്തിൽ അല്ല നിങ്ങൾ വളരുന്നത് എങ്കിൽ കൃത്യമായ ഒരു ശിക്ഷണം നിങ്ങൾക്ക് അമ്മയിൽ നിന്ന് കിട്ടിയിട്ടില്ല, അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടില്ല, നിങ്ങൾക്കൊരു ആചാരനുമില്ല. അങ്ങനെ വരുമ്പോൾ കേട്ടുകേൾവികളാണുള്ളത്. നിങ്ങൾക്കൊരു പാരമ്പര്യത്തിന് ശക്തി കുറയുമ്പോൾ എന്തായി? സ്വാഭാവികമായിട്ടും മുമ്പ് നമ്മൾ സത്യം പറഞ്ഞ ഞാനൊക്കെ എന്റെ അച്ഛമ്മയെ പേടിച്ചിട്ടാണ് നാമം ചൊല്ലിയിരുന്നത്. കാരണം അച്ഛമ്മയെ പേടിക്കാൻ കാരണമുണ്ട്, എന്റെ അച്ഛമ്മയെ പേടിയാ. എനിക്ക് ഏറ്റവും പേടി അച്ഛനെയാണ്, അച്ഛന് പോലും അച്ഛമ്മയെ പേടിയാ. അപ്പൊ അച്ഛമ്മ പറഞ്ഞ നാമം ചൊല്ലാണ്ടിരിക്കാൻ പറ്റും. അപ്പൊ എന്തായി? അപ്പൊ അങ്ങനെ ഒരു പാരമ്പര്യം നമുക്ക് നഷ്ടപ്പെട്ട പിന്നെ ആരെ പേടിച്ചിട്ട് നാമം ചൊല്ലേണ്ടത്? അപ്പൊ എന്തായി? പിന്നെ ചൊല്ലണമെങ്കിൽ ഈ ഒരു ഉറപ്പ് വേണം, ലക്ഷ്യബോധം എന്നൊരു ഉറപ്പ് വേണം. അങ്ങനെ ഉറപ്പില്ല. ഇനി ഇപ്പൊ പലപ്പോഴും നമ്മളിപ്പോ പലപ്പോഴും പല പല മാസികകളോ പല പല ചാനലുകളോ ഒക്കെയാണ് പലപ്പോഴും ഗുരുക്കന്മാരുടെ സ്ഥാനമെന്ന് കൈക്കൊള്ളുന്നത്. അപ്പൊ നമുക്ക് ഒരു ചാനലിൽ നിന്നോ ഒരു മാസികയിൽ നിന്നോ ഒരു അനുഷ്ഠാനത്തെ കുറിച്ച് അറിവല്ലേ സാർ, ഇൻഫർമേഷൻ അതൊരിക്കലും എന്തല്ല, അതൊരു നോളജ് അല്ല. ഹൗ ടു കൺവേർട്ട് ദ ഇൻഫർമേഷൻ ഇൻ ടു നോളജ്. അതിന് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് പുസ്തകത്തിൽ നിന്ന് കിട്ടില്ല. അതിന് വേണ്ടത് സ്നേഹത്തോടെ കാരുണ്യത്തോടെ അടുത്തിരുന്ന് പറഞ്ഞു തരുവാൻ നിങ്ങൾക്കൊരു ഗുരു വേണം, അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റെടുക്കുന്ന, നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു ആചാര്യൻ വേണം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്നിട്ട് നോക്കൂ, അങ്ങനെ ഒരു ആചാര്യൻ ഉണ്ടായിട്ട് പോലും ആളുകൾ പലപ്പോഴും അങ്ങ് പറഞ്ഞതുപോലെ അനുഷ്ഠാനത്തിൽ നിന്ന് വിമുഖത കാണിക്കുന്നു. തുടക്കത്തിലെ വിമുഖത കാണിക്കുമോ? ആദ്യം ആരംഭത്തിൽ എന്നോട് സാറ് പറയുകയാണ് അയ്യപ്പദാസ് ഇങ്ങനെ ചെയ്യണം, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ. അപ്പോഴേ തന്നെ ഞാൻ പറയുകയാണ്, സാർ ഇത് മുടങ്ങിയാൽ എന്ത് ചെയ്യണം? ഞാൻ എത്ര വർഷമായി ഇത് പഠിപ്പിക്കുന്നു. നമ്മളൊരു മന്ത്രം പഠിപ്പിക്കുകയാണ്, ഒരു അനുഷ്ഠാനം പഠിപ്പിക്കുകയാണ് വിചാരിക്കുക. ആദ്യത്തെ ചോദ്യം അങ്ങ് പറഞ്ഞ 100% ശരിയാ, ഇതിപ്പോ മുടങ്ങിയാൽ വല്ല കുഴപ്പമുണ്ടോ? അല്ല, മുടങ്ങിയാല് കുഴപ്പമുണ്ടോ? ഇത് മുടങ്ങുന്നതിന്റെ കാരണവും അങ്ങ് പറയുവാണ്. അപ്പോ യാത്രക്കിടയിൽ ചെയ്യാൻ പാടും. ഇപ്പൊ ഉദാഹരണമായിട്ട് അപ്പോ ഞാൻ ഇപ്പോ ഗായത്രി ഉപാസനയാണ് നമ്മുടെ ഒരു വിഷയം. ഇപ്പോ ഗായത്രി ചൊല്ലി പഠിപ്പിക്കുന്നു, അതിന്റെ അനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കുന്നു, തുടങ്ങിയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഈ സമയത്ത്
ഉപദേശമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചില ആളുകൾ നമ്മളെ ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ശിഷ്യന്മാരൊക്കെ വിളിച്ചിട്ട് എങ്ങനെ നമ്പറൊക്കെ സംഘടിപ്പിച്ച് വിളിക്കും. ആദ്യത്തെ ചോദ്യം എന്താ അറിയോ? ആചാര്യൻ, ഞാൻ രാത്രി ജോലി കഴിഞ്ഞ് ഒരു 9 മണിയാവും വീട്ടിലെത്താൻ. ഒരു 8 മണിയൊന്നും കഴിഞ്ഞാൽ ഗായത്രി ജപിക്കാൻ പാടില്ലല്ലോ. പാടില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് പറയണം? അയ്യോ പാടില്ല. അപ്പൊ എന്തായി? ഇവന് ജപിക്കാതിരിക്കാൻ ഞാൻ അനുവാദം കൊടുക്കണം. ഒരു കാരണം കണ്ടെത്തി ഇവൻ അപ്പൊ ഞാൻ പറയും, ജപിക്കുന്നതാണ് ജപിക്കാതിരിക്കുന്നേക്കാൾ നല്ലത്. കുടിയോ. അപ്പൊ എന്തായി? അവന് ജപിച്ചേ പറ്റൂ. അപ്പം ജപിച്ചില്ലെങ്കിൽ കുറ്റബോധം ഉണ്ടാവും. ഏതാ മനസ്സിലായില്ല? അല്ലെങ്കിൽ എന്താ, അത് ആചാര്യന്റെ മണ്ടയ്ക്ക് വെക്കാം. ഏതുപോലെ എന്ന് പറഞ്ഞ ഉദാഹരണം ഉണ്ട്. എൻ്റെ ഒരു ആചാര്യൻ പറഞ്ഞിട്ടുള്ള കഥയാ. പണ്ട് അദ്ദേഹം ബ്രഹ്മചാരി ആയിരിക്കുന്ന സമയത്ത് ഒരു ജൈന സന്യാസിയുടെ അടുത്ത് ഒരു മീറ്റിങ്ങിന് പോയി. ജൈന സന്യാസിയുടെ അടുത്ത് മീറ്റിങ്ങിന് പോയ സമയത്ത് വളരെ 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 ഡൗൺ ടു എർത്താണ് സംസാരിക്കുക. അപ്പോൾ വളരെ ചെറുപ്പക്കാരനായിരിക്കുന്ന സമയത്താണ് ആചാര്യൻ ചെന്ന് വെച്ചു. സന്യാസി കുറച്ച് കഴിഞ്ഞപ്പോൾ വെച്ചു, ബ്രഹ്മചാരി ഞാനൊന്ന് മൂത്രം ഒഴിച്ചോട്ടെ. അപ്പൊ ഇദ്ദേഹം ആകെ ഞെട്ടിപ്പോയി. മൂത്രമൊഴിക്കണേപ്പോ ഒഴിച്ച പോരെ? അപ്പൊ ഒഴിച്ചോട്ടെ മൂത്രം ഒഴിച്ചോട്ടെ. അപ്പോൾ അദ്ദേഹം പോയി മൂത്രം ഒഴിച്ചു വന്നു. എന്നിട്ട് ഈ ആചാര്യൻ ഇദ്ദേഹത്തിന്റെ ഗുരുവിനോട് ജൈന സന്യാസിമാരുടെ ഒരു വിനയത്വത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ ഗുരു പറഞ്ഞു, എടാ മണ്ട, നമുക്ക് അറിയാത്തതുകൊണ്ടാ. അവർക്ക് വർത്തമാനം പറയുമ്പോഴും മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ സൂക്ഷ്മമായ അണുക്കൾ ചത്തുപോകുന്നവർക്കറിയാം. അപ്പൊ മൂത്രം ഒഴിച്ചത് എനിക്ക് ഇഷ്ടമല്ല, നീ പറഞ്ഞിട്ടാ മൂത്രം ഒഴിച്ചത്. അപ്പൊ പാവം ആർക്കാ? പാവം അയ്യപ്പദാസ് പറഞ്ഞിട്ടാ ഞാൻ മൂത്രം ഒഴിച്ചത്, എന്റെ ആവശ്യത്തിനല്ല മൂത്രം ഒഴിച്ചത്. അപ്പൊ മൂത്രം ഒഴിച്ചാണുള്ള ദോഷം ആർക്കാണ്ടാവുക? അപ്പൊ എന്നതുപോലെ ആളുകൾക്ക് അവരവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു 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 ചെറിയ വിഷമം അല്ലെങ്കിൽ ഒരു കുറ്റബോധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ശരി, അപ്പൊ ആദ്യം തന്നെ ഈ ചോദ്യം വരുന്നു. ഇതിന് കാരണമാണ് ഞാൻ പറഞ്ഞത്, അടിസ്ഥാനപരമായ പ്രകൃതം എന്നുള്ളത്. രാവിലെ 4 മണിക്ക് പോട്ടെ, നമ്മുടെ അമ്പലത്തിലൊക്കെ ശാന്തിക്ക് വരുന്ന ആൾക്കാർ എത്ര മണി നിൽക്കുന്നത്? 2:30 മണിക്ക് 3 മണിക്ക് നീക്കണം. 2:30 മണിക്കൊക്കെ നീക്കുന്ന സ്വഭാവക്കാരാണോ ഞാനും നിങ്ങളും? അല്ലെങ്കിൽ മനുഷ്യന്മാർ അല്ല. നാട്ടിൽ കയ്യും തിരികെ കിടന്നുറങ്ങുന്ന വട്ടിൽ കിടന്നുറങ്ങുന്നവരാ അല്ലേ? അപ്പോ ഇങ്ങനെ കിടന്നുറങ്ങുന്ന ആൾക്കാർക്ക് ഇങ്ങനെ എണീറ്റ് അനുഷ്ഠാനാദികൾ ചെയ്യുന്നു. പ്രത്യക്ഷത്തിൽ ഫലമൊക്കെ കിട്ടണമില്ല, പിന്നെ എങ്ങനെ അനുഷ്ഠാനം ചെയ്യും? എന്താ ചെയ്യാ? പ്രത്യക്ഷത്തിൽ അനുഷ്ഠാനം കിട്ടുന്നില്ല. എന്നിട്ട് എന്താ പറയാ? ഇതൊക്കെ അപ്പോഴാണ് ഏതോ ഒരു ആചാര്യൻ ഭഗവത്ഗീത കോട്ട് ചെയ്ത് പറയാണ്, കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന. ഫലത്തെ കുറിച്ച് ചിന്തിക്കരുത്. അതെങ്ങനെയപ്പാന്നേ? അതായത് ഞാനൊരു മാവ് ഒരു മാങ്ങയുടെ അണ്ടി നടുന്നു. മുളച്ചാ മുളയ്ക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ചിട്ടാണ് മാങ്ങ അണ്ടി നടാൻ. അത് മുളയ്ക്കണം, അത് പൂക്കണം, അത് കായ്ക്കണം, അതെനിക്ക് മാങ്ങ കിട്ടണം. ആണോ അല്ലയോ? അപ്പൊ ഈ നിഷ്കാമ ഭാവം എന്താണെന്ന് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാത്ത ആളുകൾ ചെയ്തു വെക്കുന്ന ദുരിതങ്ങൾ ചില്ലറയല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇയാളുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. എന്താ? മനുഷ്യന്റെ സ്വാഭാവിക പ്രകൃതിക്ക് അനുകൂലമല്ല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും. അപ്പോൾ സ്വാഭാവികമല്ല, എന്നാൽ മനുഷ്യന്റെ ആത്യന്തിക പ്രകൃതിക്ക് അനുകൂലമാണ്. മനുഷ്യന്റെ ആത്മപ്രകൃതിക്ക് അനുകൂലവും ബാഹ്യമായ ശാരീരിക പ്രകൃതിക്ക് അനുകൂലവുമല്ല. ഇത് റിഡിലാണ്. ഇതിനെ എങ്ങനെ രണ്ടിനെയും കൂടി കൈകാര്യം ചെയ്ത് ഈശ്വര സാക്ഷാത്കാരം നേടുക എന്നുള്ളതാണ് ആ ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ചിന്തിച്ചിട്ടുള്ളത്. ഇപ്പോ നിങ്ങൾ ഗായത്രി ഒരു മന്ത്രമാണ്. ഗായത്രി തന്ത്രത്തിൽ ഗായത്രി എന്ന ദേവതയുടെ രൂപം വർണ്ണിക്കുന്നുണ്ട്. ആ രൂപത്തിൽ ഭഗവതിയുടെ കയ്യിൽ 2 താമരകളുണ്ട്. 2 താമര. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോൾ ഗുരുനാഥൻ പറയും, ഗായത്രിയെ ഉപാസിക്കുന്നവർക്ക് ആധ്യാത്മികമായ ഉന്നമനം അഥവാ ജ്ഞാനം അവർക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഭൗതികമായ സമൃദ്ധി. ലക്ഷ്മിയുടെ കയ്യിലുള്ള താമരയാണല്ലോ അല്ലെ? അപ്പോ ലക്ഷ്മിയുടെ കയ്യിലുള്ള താമര എന്ന് പറയുന്ന ഭൗതികമായ ഐശ്വര്യവും ആധ്യാത്മികത അഥവാ ജ്ഞാനം അഥവാ മോക്ഷം, ഇത് രണ്ടും ഗായത്രിയെ ഉപാസിക്കുന്നവർക്ക് കിട്ടും എന്ന ഉറപ്പാണ് ഭഗവതിയുടെ കയ്യിൽ 2 താമരാണ്. അപ്പൊ എനിക്ക് 2 വേണം. വിദ്യാം ചസ്തദ്വേദോ ഭയം സഹ അവിദ്യ മൃത്യം തീർത്വാ വിദ്യാമൃതമസ്തുതേ. ഇത് യജുർവേദത്തിലെ മന്ത്രമാണ്, ഈശാവാസ്യോപനിഷത്തിലുണ്ട്. അപ്പോൾ ഒരു പക്ഷിക്ക് പറക്കാൻ 2 ചിറക് വേണം എന്നതുപോലെ ഭൗതിക വിദ്യയും വേണം, ആധ്യാത്മിക വിദ്യയും വേണം. അതല്ല ഞാൻ രാമ 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 ജപിച്ച് മാത്രമേ ഇരിക്കുള്ളൂ, അത് ജപിച്ചതിന് ഇരിക്കേണ്ടാവുള്ളൂ, പട്ടിണി കിടന്ന് ചത്തുപോകും, അത്രയേ ഉള്ളൂ.
അങ്ങനെയല്ലല്ലോ വേണ്ടത്. എന്നാ പിന്നെ ഞാൻ ഒരു സോഷ്യലിസ്റ്റ് ആണ്, എനിക്ക് ആത്മാവ് കിത്മാവ് ഇത്തരം സംഗതികളൊന്നും ഞാൻ അതൊന്നും എൻ്റെ ഒരു വിഷയമേ അല്ല. ഇതൊക്കെ എന്ത് കാര്യത്തിനാണ് ഇതൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കിയിട്ടുള്ള വയറ്റുപിഴപ്പിന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പണ്ട് ഭാരതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചാർവാകന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പോൾ എന്ന് പറയുന്ന ആൾക്കാർ അല്ല, ഭൗതികതയിലും വിജയിക്കണം, ആധ്യാത്മികത ജ്ഞാനവും നേടണം എന്ന ബോധം വരാത്തിടത്തോളം കാലം ഇവർ അനുഷ്ഠാനം തുടങ്ങുമ്പോൾ തന്നെ പ്രതികൂലമായി പറയും. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവരുടെ ഉള്ളിലുള്ള കാമനകളാണ്. ഇവരുടെ ഉള്ളിലുള്ള ഞാൻ വരുന്നത്. അതായത് 2 കാരണങ്ങൾ പറയുന്നുണ്ട്, കാമവും ക്രോധവും. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതുകൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. ഞാനത് നോക്കുമായിരുന്നു സാർ പറയുമോ എന്നുള്ളത്. 2 പോയിന്റുകളുണ്ട്. അതായത് കാമം, ക്രോധം, ഇങ്ങനെ 2 വിഷയം. അതായത് ഇത് 2 മാത്രമേ ഉള്ളൂ എന്നല്ല, എല്ലാത്തിന്റെയും അടിസ്ഥാനം ഇത് 2 ആയതുകൊണ്ടാണ് ഇതിനെ 2 പറയണത്. ഈ കാര്യം പറയണത് കൃഷ്ണ യജുർവേദം തൈത്തിരീയ സംഹിതയുടെ അതിന്റെ ബ്രാഹ്മണ ഭാഗമായിട്ടുള്ള തൈത്തിരീയ ബ്രാഹ്മണത്തിൽ തൈത്തിരീയ ആരണ്യകത്തിൽ മഹാനാരായണ ഉപനിഷത്ത് ഒരു ഉപനിഷത്തുണ്ട്. മഹാനാരായണോപനിഷത്തിൽ കാമം എന്നും ക്രോധം എന്നും 2 ദേവതകളെ കുറിച്ച് പറയുന്നു. ഈ 2 ദേവതകളാണ് എന്നെ മര്യാദയ്ക്ക് ജീവിക്കാൻ സമ്മതിക്കാത്തത്. ഒരു രക്ഷയില്ല. അതായത് വേണ്ടാത്തിടത്ത് എത്തി നോക്കാനുള്ള പ്രകൃതവും വേണ്ടാത്തത്. ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് ഞാൻ ഗായത്രി ജപിക്കുന്ന ഒരാളാണ്. അപ്പോഴാണ് അയ്യപ്പദാസ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, അതെ എനിക്കൊരു ആചാര്യനുണ്ട്, അദ്ദേഹം ഹിമാലയത്തിൽ പോയിട്ട് 10 കൊല്ലം ഭക്ഷണം കഴിക്കാണ്ട് വായു മാത്രം കഴിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹം എനിക്കൊരു മന്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ വായു കൂടെ നടക്കാൻ പറ്റും. ഏതാ മന്ത്രം? മന്ത്രമൊക്കെ പറഞ്ഞുതരാം, അതങ്ങ് ചെയ്യാം. എന്താ മന്ത്രം? ചടുകുടി 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 ചടുകും. ഇത്രയും മന്ത്രം ഇത്രയേ ഉള്ളൂ. അപ്പൊ എനിക്ക് എന്തായി, ഗായത്രിയേക്കാൾ അപ്പുറത്ത് എന്തോരു മന്ത്രമുണ്ട്. കാര്യം മനസ്സിലായോ? അപ്പൊ എന്താ, എന്റെ ഗായത്രി ടീം അടക്കട്ടെ, അത് കഴിഞ്ഞു. അപ്പൊ എന്തായി, കയ്യിലുള്ളതിന്റെ വിലയറിയാതെ ചുറ്റും ഇങ്ങനെ അലഞ്ഞു നടക്കുവാനുള്ള ഒരു പ്രകൃതം മനുഷ്യനുണ്ട്. കാമം. 2 അതിനെ സാക്ഷാത്കരിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ക്രോധമുണ്ട്. ഇത് 2 അപകടമാണ്. അതായത് ഇത് കൃത്യമായി ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. സംഘാസം ജായതേ കാമം, കാമാത് ക്രോധോഭിജായതേ, ക്രോധാത് ഭവതി സമ്മോഹാത് സ്മൃതിവിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. കൃത്യമായിട്ട് അതിന്റെ വഴി എങ്ങനെയാണ് കാമം ക്രോധമായി പരിണമിക്കുന്നതും, ക്രോധം സമൂഹമാകുന്നതും, സമൂഹം സ്മൃതിഭ്രംശമാകുന്നതും, സ്മൃതിഭ്രംശം കൊണ്ട് ബുദ്ധിനാശം ഉണ്ടാകുന്നതും, ബുദ്ധി നശിച്ചാൽ നശിച്ചു പോകുന്നു. ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 2 ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളാണ് ഈ കാമവും ഈ ക്രോധവും. ഈ കാമത്തെ ഒരുപാട് വിസ്തരിക്കാനുണ്ട്. അപ്പോ ഋഷി പറയുന്നത് എന്താണെന്നറിയോ? ഈ ഋഷി അസാധ്യ ബുദ്ധിശാലികളാണല്ലോ. അപ്പൊ ഋഷി പറയണത്, ഞാനല്ല ഈ തെറ്റ് ചെയ്തിട്ടുള്ളതോ, എന്റെ ഉള്ളിലെ കാമമാണ്, എന്റെ ഉള്ളിലെ ക്രോധമാണ്. അപ്പോ നാഹം കരോമി കാമം കരോമി നാഹം കരോമി കാമക്കാരയിത്വ നാഹം കാരയിത്വ. ഞാനല്ല ചെയ്തിട്ടുള്ളത്, എന്റെ ഉള്ളിലെ കാമവും എന്റെ ഉള്ളിലെ ക്രോധം ഞാനല്ല കേട്ടോ. അതുകൊണ്ട് എന്നെ ഇതൊന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മന്ത്രം കൃഷ്ണ യജുർവേദത്തിലുണ്ട്. അപ്പൊ എന്താ അടിസ്ഥാനപരമായെന്ന് പറഞ്ഞാൽ, ഈ ചുറ്റിത്തിരിയുവാനുള്ള അതായത് ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാഞ്ചാടുന്ന ഒരു കുരങ്ങന്റെ മനസ്സ് മനുഷ്യൻ എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് മതിലിന്റെ അപ്പുറത്ത് എന്താണെന്ന് അറിയാനുള്ള താല്പര്യം. ഒന്നും ഉണ്ടായിട്ടുമല്ല, എന്തോ അവിടെ എന്തോ ഉണ്ട് എന്നുള്ളൊരു അത് സ്വാഭാവികതയാണ്. ഇനിയിപ്പോ അവിടെയുള്ള എന്തോ ഉണ്ട് നമ്മൾ എത്തി നോക്കുന്ന അപ്പുറത്തുള്ള കണ്ടു, നമ്മൾ രക്ഷിക്കണോ വേണ്ടയോ? രക്ഷിക്കണം. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ മറ്റൊരു മുഖച്ചട്ടയടയും, ക്രോധം. അപ്പോ എന്തായി എന്ന് പറഞ്ഞാൽ, എന്നെ ഇത് രക്ഷിക്കുമെന്ന് പൂർണ്ണ ബോധം എനിക്കില്ല. എന്നെ ഇത് രക്ഷിക്കുന്ന അയ്യപ്പദാസ് എനിക്കൊരു ഉപദേശം തന്നു, എന്നെ രക്ഷിക്കുമെന്ന പൂർണ്ണ ബോധം എനിക്കില്ലെങ്കിൽ ഞാൻ ചാഞ്ചാട്ടിക്കൊണ്ടേയിരിക്കും. കാരണം ഈ ചാഞ്ചാട്ടം എന്താണെന്നറിയോ? അത് 3 ഗുണങ്ങൾ, സത്വരജസ് തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളാണ് ഈ കാമക്രോധാദികളുടെ ഏറ്റക്കുറച്ചിലിന് കാരണം. ഇതുള്ളിടത്തോളം കാലം മനുഷ്യൻ അനുഷ്ഠാനങ്ങളിൽ നിന്നും ആചരണങ്ങളിൽ നിന്നും വൈമുഖ്യം കാണിച്ചുകൊണ്ടിരിക്കും. അതിന് മാർഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാമക്രോധാദികളെ ഒന്ന് മാറ്റി നിർത്തുവാൻ ആചാര്യന്മാർക്ക് അതിനുള്ള അതൊന്നും പരസ്യമായിട്ട് നമ്മൾ പറയാറില്ല, നിർദ്ദേശങ്ങളും അനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ചില പദ്ധതികളുണ്ട്. അതിനൊക്കെയാണ് ഇത് നമ്മൾ പലപ്പോഴും വ്രതങ്ങളൊക്കെ പാലിക്കാറുണ്ട്. എന്തിനാ ഈ വ്രതങ്ങളൊക്കെ പാലിക്കുന്നത്? ഇപ്പോൾ നമ്മൾ മാസത്തിൽ 2 തവണ ഏകാദശിയുണ്ട്, 2 തവണ പ്രദോഷമുണ്ട്. ഇതൊക്കെ എന്തിനാന്നുള്ളതാ? ഷഷ്ടിയുണ്ട്. അപ്പൊ നോക്കൂ, ഈ പലതരം വ്രതങ്ങൾ എന്താന്ന് പറഞ്ഞാൽ
ഏറ്റവും തമാശ എന്താന്ന് പറഞ്ഞാൽ ചില ഇപ്പൊ ഏകാദശിനെ എടുക്കാം. ഇപ്പൊ ഗുരുവായൂർ ഏകാദശി നമ്മൾ കുട്ടിക്കാലം മുന്നേ എടുത്ത് വരുന്നതാണല്ലോ. ഗുരുവായൂർ ഏകാദശിക്ക് നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ ഒരു പ്രഭാഷണത്തിനോ മറ്റോ പോകുമ്പോൾ ആളുകൾ ചോദിക്കും, അല്ല ആചാര്യൻ ഈ ഏകാദശിക്ക് നമ്മൾ മുളകൊന്നും കൂട്ടാണ്ട് കുരുമുളക് കൂട്ടി ഭക്ഷണം കഴിച്ചൂടെ? അങ്ങനെ കുരുമുളക് ഉപ്പൊക്കെ ഇട്ടിട്ട് എടുത്ത വഴിക്ക് പറയും കഴിച്ചോളൂ കഴിച്ചോളൂ കഴിച്ചോളൂ. കാരണം ഇദ്ദേഹത്തിന് എന്ത് ഉത്തരം കേൾക്കാൻ താല്പര്യം? കഴിക്കാം എന്നുള്ള ഉത്തരം കിട്ടുക. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തിനാ ഇപ്പൊ നവരാത്രിക്ക് ഇത്രയധികം കഠിനമായ വ്രതം എടുക്കുന്നത് എന്തിനാ? എന്താ ചോദിച്ചാൽ ഉത്തരേ ഉള്ളൂ. നവരാത്രി എന്ന് പറയുന്നത് ഭഗവതിക്ക് അത്രയും പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അപ്പൊ നല്ലതുപോലെ നാമം ജപിക്കുവാനുള്ള സമയമാണ്. രസങ്ങൾ, ഷഡ്രസങ്ങൾക്ക് അടിമയാണ് നിങ്ങളുടെ നാവ് എങ്കിൽ ഭഗവാന്റെ രസം ആസ്വദിക്കുവാനുള്ള കഴിവ് നിങ്ങളുടെ നാവിന് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നിങ്ങളോട് ഇന്ന ആഹാരങ്ങൾ കഴിക്കരുതെന്ന് പറയുന്നത്.